ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മലബാർ സ്നേക്ക് മയിൽ ഭാഗത്ത് ഒരു അക്വേറിയം അല്ലെങ്കിൽ ഒരു ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ആൻഡ് നിങ്ങൾക്കറിയാൻ ഏകദേശം ഒരു 1.5 ആഴ്ചയൊക്കെയായി നമ്മുടെ മലബാർ സ്നേക്കിനെ വാങ്ങിയിട്ട് അതിന് ഇത്ര നാൾ ഹോസ്റ്റലായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഇന്നലെ ബസ്സിൽ കൊണ്ടുവന്നു. ഏകദേശം 40+ കിലോമീറ്റർ ഉണ്ട്. അതിനൊരു ഡെപ്പിക്കാത്തിട്ടാണ് ബാഗിൽ വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഞാൻ ഓർത്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇന്നലെ രാത്രി അല്പം ആക്ടിവിറ്റിയൊക്കെ കുറവുണ്ടായിരുന്നു, മഴയൊക്കെ അല്ലേ. ഞാനോർത്ത് സംഭവം തീർന്നു പോയെന്ന്, തട്ടിപ്പോയെന്ന് ഓർത്ത്. ബട്ട് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, സംഭവം തിരിച്ച് ആക്റ്റീവായി. നമ്മൾ കുറച്ച് ടാഡ്പോൾസിനെയൊക്കെ കൊടുത്തായിരുന്നു. ടാഡ്പോൾസ് മീൻസ് അറിയാമല്ലോ, അത് അവളുടെ കുഞ്ഞുങ്ങളാണ് ടാഡ്പോൾസ്. എന്തായിരുന്നു, പക്ഷേ അത് കഴിച്ചിട്ടില്ല. എന്തോ ഈ സഡനായിട്ടുള്ള എൻവയോൺമെൻറ്റൽ ചേഞ്ച് കാരണമാണെന്ന് തോന്നുന്നു, ഇതുവരെ കഴിച്ചിട്ടില്ല. ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കണം. ആൻഡ് കുറച്ച് പേര് ചോദിച്ചിരുന്നു എന്തായിരുന്നു സ്നേക്കഡിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്ന വീഡിയോ ഇടാമോ എന്നൊക്കെ. നമ്മൾ നേരത്തെ അത് ചെയ്തിരുന്നു, നമ്മുടെ ഡ്വാർ സ്നേക്കഡ് വെച്ച്, വട്ടാന വെച്ച് നമ്മൾ ചെയ്തിരുന്നു. ആൻഡ് വട്ടാനൊന്നും ഇപ്പോൾ ഇല്ല, അത് ഏകദേശം കുറച്ച് മാസമായി. ഇപ്പോഴത്തേക്കും തട്ടിപ്പോയി സാധനം. എന്തായാലും നമുക്ക് മലബാർ സ്നേക്കിൻ്റെ അക്വേറിയം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഗൗറാമില്ലേ, പ്ലാറ്റിനം ഗൗറാമി, നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു. നല്ല രീതിയിൽ പ്ലാറ്റിനം കളറേഷൻ കയറിയ നമ്മുടെ പ്ലാറ്റിനം ഗൗറാമി. അപ്പോൾ അതിൻ്റെ കൂടെയും മറ്റേ സ്ട്രൈപ്ഡ് പഞ്ചക്സിൻ്റെ കൂടെയൊക്കെ ഇരുന്നിട്ടിരുന്നത്. ആൻഡ് ഔത്തിൽ നിന്നും നമുക്ക് തൽക്കാലം അതിനെ പിടിച്ചിപ്പോൾ മാറ്റാം. ഞാൻ ഇന്നലെ മാറ്റാതിരുന്നിരുന്നതാണ്, ബട്ട് ഒരു തടസ്സം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അക്വേറിയം കഴുകി. ഞാൻ അച്ഛനോട് കഴുകാൻ പറഞ്ഞു. അച്ഛൻ അക്വേറിയം മറ്റേ വിമ്മിട്ട് കഴുകിയപ്പോൾ അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് സംഭവത്തിനെ കൊണ്ടുപോയിട്ട് എന്തായിരുന്നു അക്വേറിയത്തിലേക്ക് നേരെ കൊണ്ടുപോയിട്ട്, അപ്പോഴാണ് അത് അല്പം എന്തായിരുന്നു ഫുൾ ടൈം വന്ന് എയർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു അസ്വസ്ഥത, അതിനൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എന്തായിരുന്നു അച്ഛനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് വിമ്മിട്ട് അക്വേറിയം കഴിയുന്നു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ പിടിച്ചതിനെ മാറ്റിയിട്ട് നമ്മുടെ ഗൗറാമിയുടെ ടാങ്കിലേക്ക് ഇട്ടു. അപ്പോൾ ഇനി എന്തായിരുന്നു ഇന്നലെ തന്നെ ഞാൻ ടാങ്കൊക്കെ അക്വേറിയമൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഫുൾ ഡ്രൈ ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് നോക്കിയപ്പോൾ വലിയ എന്തായിരുന്നു ഒരു പരമാവധി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ എന്തായിരുന്നു സ്നേക്ക് ഹെഡിനെ അക്വേറിയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മുടങ്ങാതെ കാണാൻ ശ്രമിക്കണേ. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന അക്വേറിയം കണ്ടില്ല, അപ്പോൾ ഇവത്തിലായിരിക്കും നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡിനെ ഇട്ട് വളർത്താൻ പോകുന്നത്. ആൻഡ് ഇവത്തിലാണ് നമ്മുടെ പ്ലാറ്റിനം ഗൗറാമിയും ഇപ്പം മലബാർ സ്നേക്ക് ഹെഡും സ്ട്രൈപ്ഡ് പഞ്ചക്സൊക്കെ കിടക്കുന്നത്. നമ്മൾ ടെമ്പററി ആയിട്ട് ഈ ടാങ്കിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ ടാങ്ക് നമുക്കറിയാമല്ലോ, നമ്മുടെ പണ്ടത്തെ പ്ലാറ്റി ടാങ്ക് ആയിരുന്നു. പ്ലാറ്റുകളെല്ലാം നമ്മളെടുത്ത് മാറ്റി. അതിൻ്റെ അകത്ത് ഇപ്പോൾ കുറച്ച് ചാരവും പിന്നെ കുറേ എന്തായിരുന്നു പ്രാവിൻ്റെ തൂവലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും അക്വേറിയമൊക്കെ നല്ല പക്ക ക്ലീനായിട്ട് കിടക്കുകയാണ്. ഇന്നലെ വിമ്മിട്ടാണ് അക്വേറിയം കഴുകിയത്. അതുകൊണ്ട് എന്തായിരുന്നു നമുക്ക് മീൻ ഇന്നലെ തന്നെ ഇതിലേക്ക് ട്രാൻസ്ഫർ ആക്കാൻ പറ്റിയില്ല. ഒരു ദിവസം വെച്ചിട്ടാണ് വെയിലത്തൊക്കെ ഒന്ന് ഉണക്കിയിട്ടാണ് നമ്മൾ മീൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ആക്കാൻ പോകുന്നത്. ഞാനെന്തായാലും നമ്മുടെ മലബാർ സ്നേക്കിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ചില്ലൊക്കെ ഇട്ട് നല്ല നെറ്റൊക്കെ വെച്ച് നല്ല സെറ്റാക്കി മൂടി വെച്ചിരിക്കുകയാണ്. സംഭവം നല്ല ചാട്ടക്കാരനാണ് കേട്ടോ ഗൈസ്. അവിടെ ഇരിപ്പുണ്ടാണ്, അതാണ് നമ്മുടെ മലബാർ സ്നേക്ക്. കണ്ടാൽ നമ്മുടെ പണ്ടത്തെ ഡാർക്ക് സ്നേക്ക് പോലെ തോന്നത്തുള്ളൂ. ഇത് പ്ലാറ്റിനം ഗൗറാമി, അത് മലബാർ സ്നേക്ക്. പിന്നെ ഇവിടെ ഒരു ചെറിയ സാധനം ഇരിപ്പുണ്ട്, ആ ചെറുത് കണ്ട, അതാണ് സ്ട്രൈപ്ഡ് പഞ്ചക്സ്. നമ്മൾ ലൈഫ് ഫീഡ് കൊടുക്കാൻ വേണ്ടി പിടിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ പായലയിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കുറേ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ. അത് നമ്മൾ ഇന്നലെ രാത്രി നമ്മുടെ സ്ട്രൈപ്ഡ് പഞ്ചക്സിന് ഫീഡ് കൊടുക്കാൻ വേണ്ടി പിടിച്ചിട്ടാണ്. സ്ട്രൈപ്ഡ് പഞ്ചക്സിനല്ല, നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡിനും ഫീഡ് കൊടുക്കാൻ വേണ്ടി പിടിച്ചിട്ടാണ്. മലബാർ സ്നേക്ക് ഹെഡ് കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായിരുന്നു ഇത് നോക്കിയാൽ കാരണം പായൽ തിന്നിട്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. പായലുള്ള ആൽഗയൊക്കെ തിന്നിട്ടിരിക്കുകയാണ് ഈ ടാഡ്പോൾസ്, തവളയുടെ കുഞ്ഞുങ്ങൾ. ഇത് മറ്റേ ഏഷ്യൻ കോമൺ ടോഡില്ല, ഈ ചോറത്തവള എന്നൊക്കെ പറയും, ഒരു മണ്ണിൻ്റെ കളറൊക്കെ ഉള്ള തവള, അതിൻ്റെ ടാഡ്പോൾസാണ് കേട്ടോ. അതിനാണ് നമ്മൾ പിടിച്ചിട്ട് കൊടുക്കാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ മയിൽവാഹ കഴിച്ചിട്ടൊന്നുമില്ല, കാരണം ആദ്യമായിട്ടൊരു തീറ്റ കൊടുക്കുമ്പോൾ അത് 1-2 ദിവസം കഴിഞ്ഞൊക്കെ അതിനെ നന്നായിട്ടൊന്ന് പഠിച്ചിട്ടൊക്കെ മയിൽവാഹ കഴിക്കത്തുള്ളൂ. പെട്ടെന്നൊന്നും എടുക്കത്തില്ല ഫീഡ്. എന്തായാലും ഞാൻ അക്വേറിയത്തിട്ടിട്ട് അതിൻ്റെ കളറേഷനൊക്കെ കാണിച്ചു തരാം. ഒരു റെഡ് കളറേഷനൊക്കെ ടെയിലിൻ്റെ എൻഡിലൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് ഓർക്കുന്നു. കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അതിൻ്റെ ജുവനൈൽസിനെ കാണാൻ ബ്യൂട്ടിഫുൾ, വളർന്ന് വലുതായി കഴിയുമ്പോൾ ആ നീല കളറേഷനൊക്കെ കയറി അതിനേക്കാളും ബ്യൂട്ടിഫുള്ളായിരിക്കും. നമുക്ക് എന്തായാലും നമ്മുടെ അക്വേറിയത്തിലേക്ക് വെള്ളം നിറച്ചിടാം. വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ജപ്പാൻ വെള്ളമാണ് കേട്ടോ ഗൈസ്. ജപ്പാൻ വെള്ളം നമ്മൾ കളക്ഷൻ മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നൈസായിട്ട് അക്വേറിയത്തിലേക്ക് വെള്ളം നിറച്ച് തുടങ്ങാം. ജപ്പാൻ വെള്ളം ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് ചോദിച്ചാൽ അത്രയ്ക്കും വലിയ തെറ്റൊന്നുമല്ല. ബിക്കോസ് ഞാൻ എൻ്റെ കയ്യിൽ കിടക്കുന്ന 90% മീനുകളെയും ജപ്പാൻ വെള്ളത്തിലാണ് വളർത്താറുള്ളത്. ആൻഡ് ഇതുവരെ ജപ്പാൻ വെള്ളം കാരണം മീനുകൾക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ല. ആൻഡ് ജപ്പാൻ വെള്ളം കാരണം മീൻ ചാവുമെന്ന് ഡൗട്ടുള്ള ആൾക്കാരുകൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജപ്പാൻ വെള്ളം ടാങ്കിലേക്ക് നിറക്കുന്നതിന് 1-2 ദിവസം മുമ്പേ പിടിച്ച് വെക്കുക. അപ്പോഴത്തേക്കും അത് തുറന്ന് വെച്ച് ക്ലോറിൻ മൊത്തം പൊക്കോളും. അപ്പോൾ നമുക്ക് നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡിനെ അവിടെ കുറച്ച് നേരത്തേക്ക് പോസ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലാറ്റി ടാങ്കിൻ്റെ അടുത്ത്
കൊടുത്തേക്കാണ് കേട്ടോ ഗൈസ്. പ്ലാറ്റി ടാങ്കിലെന്ന് പറയുമ്പോൾ വെള്ളമെല്ലാം വരണ്ട് കിടക്കുകയാണ്. അപ്പോൾ പ്ലാറ്റുകളിലേക്ക് അവസ്ഥ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നിട്ടാണ്. അതുകൂടാണ്ട് നമുക്ക് ഈ ടാങ്കിൽ നിന്നാണ് നമ്മൾ മലബാർ സ്നേക്ക് ഹെഡിൻ്റെ ബേബികളെയും പിടിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഒരേ ഒരു കപ്പപ്പായലേ ഉള്ളൂ, ആ കാണുന്നതായിരുന്നു കപ്പപ്പായൽ. അപ്പോൾ നമുക്ക് പായലൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെള്ളത്തിൻ്റെ ആഴം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, നിങ്ങൾ കാണാമല്ലോ എത്ര 2 സെൻറ്റിമീറ്റർ ആഴമേ ഉള്ളൂ വെള്ളത്തിന്. അതിൽ തന്നെ പാതി മുക്കാലും ചെളിയാണ്. മീനൊക്കെ ജസ്റ്റാണ് സർവൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് അകത്തിലേക്ക് വീണ്ടും നമ്മുടെ ജപ്പാൻ വെള്ളം തന്നെ നിറക്കാം. അത് നമ്മുടെ പൈപ്പിൽ നിന്നും ജപ്പാൻ വെള്ളം നമ്മൾ കണക്ട് ചെയ്ത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളൊരു അരിപ്പ് എടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ, മീൻ കോരാനാണ്. നമ്മൾ ചെറിയ മീനുകളെല്ലാം നമ്മുടെ അരിപ്പ് ഉപയോഗിച്ചാണ് കേട്ടോ ഗൈസ് കോരുന്നത്. നമുക്ക് മീനെല്ലാം കോരിയിട്ട് ഈ ബക്കറ്റിലേക്ക് ഇടാം. മീൻ ടാഡ്പോൾസാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ടാഡ്പോൾസിനായിരിക്കും കോരുന്നത് കേട്ടോ ഗൈസ്. കുറച്ച് പായലും വാരിയിട്ടേക്കാം. നമുക്ക് മുകളിൽ നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡിൻ്റെ അക്വേറിയത്തിലേക്ക് പായലിടാമല്ലോ. അതുകൂടാണ്ട് ഈ അടുത്ത് തന്നെ മറ്റൊരു ടാങ്കിൽ പായൽ കുറവുണ്ട്. ഞാനെന്തായാലും അത് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തരാം. നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷ് വെളുത്ത മുഷിയുടെ ടാങ്കാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പായലിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പായലിടാൻ പോയപ്പോൾ വെളുത്ത മുഷിനെ കണ്ടു എന്ന് ഓർക്കുന്നു. നമ്മൾ രണ്ടാമതായിട്ട് നമ്മുടെ മറ്റൊരു ജൈൻറ്റ് ഫിഷിൻ്റെ ടാങ്കിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഏതാണെന്ന് ഊഹിക്കാമോ? ജൈൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ജൈൻറ്റ് ഗൗറാമിനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുവഴി പോണവരൊരു കാഴ്ച കണ്ടത് ഗൈസ്. നോക്കുക, നമ്മുടെ പൈപ്പിനൊക്കെ ഊട്ടയുണ്ട് കേട്ടോ ഗൈസ്, ഊട്ട. അതുവഴി വെള്ളം ഷൂ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് ഗൈസ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യും. നമുക്കപ്പോൾ മിക്കവാറും വെള്ളപ്പൊക്കം വരും ഈ പൈപ്പിൽ വെള്ളം ലീക്ക് ചെയ്തിട്ട്. നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ജൈൻറ്റ് ഗൗറാമിൻ്റെ ടാങ്കിലേക്ക് പായലിട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. വാട്ടറിലെല്ലാം നല്ല പക്ക ക്ലിയറായി കിടക്കുകയാണ്. ജൈൻറ്റ് ഗൗറാമിനെ ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് നോക്കിയാൽ ചേമ്പില ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ചേമ്പില ഫുള്ളായിട്ടാണ് ഇട്ട് കൊടുത്തിരുന്നത്. അതപ്പോൾ കടിച്ച് ഇങ്ങനെ ചെറിയൊരു പരിവാക്കി നിറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാറ്റി ടാങ്കിൽ വെള്ളം അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ വെള്ളമെല്ലാം നിറഞ്ഞിട്ട് നമുക്ക് പായൽ വാരി കളയാന്നോർത്ത് നോക്കിയപ്പോഴാണ് 1-2 സുഹൃത്തുക്കളെ കണ്ടത് ഗൈസ്. ചെറിയ കുട്ടികളാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ടാഡ്പോൾസിനൊക്കെ കൈയും കാലും വെച്ച് തവളയായി കൺവേർട്ട് ആയിട്ടുണ്ട്. കറുത്ത കളറിലാണ്ട് ചെറിയ സാധനത്തിനെ കണ്ടില്ലേ, അതാണ് കേട്ടോ ഗൈസ് തവള. ആക്ച്വലി ചൊരത്തവളാണ് കേട്ടോ ഗൈസ്. ഏഷ്യൻ കോമൺ ടോഡാണ്. അതിന് നമ്മളിപ്പോൾ തൽക്കാലം നമ്മുടെ പോളാർ ബ്ലൂവിൻ്റെ ടാങ്കിലേക്കാണ് ഇടാൻ പോകുന്നത്. പോളാർ ബ്ലൂവിൻ്റെ ടാങ്കിൽ പോളാർ ബ്ലൂ കൂടാണ്ട് ഷിമ്പ് കൂടാണ്ട് മറ്റേ കൂലി ലോച്ചുണ്ട് കേട്ടോ ഗൈസ്. കൂലി ലോച്ചിൻ്റെ കെയറിങ് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണണം. അതിപ്പോൾ നിങ്ങളൊരു ചുവന്ന പ്ലാറ്റിനെ കണ്ടുവെന്ന് ഞാൻ ഓർക്കുന്നു. അപ്പോൾ പായലൊക്കെ ആയിട്ട് ടാങ്കെല്ലാം നല്ല കളർഫുള്ളായിട്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് പതിയെ അകത്തിലേക്കൊന്ന് ഇറങ്ങിയിട്ട് പതിയെ മീനിനെയൊക്കെ പിടിക്കാൻ തുടങ്ങാം. മീനെന്ന് പറയുമ്പോൾ നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡിന് വേണ്ടിയിട്ടുള്ള ലൈവ് ഫീഡിനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ടാങ്ക് ഏകദേശം പണിതിട്ട് 1 വർഷം ആവാറായി കേട്ടോ ഗൈസ്. കഴിഞ്ഞ ഏപ്രിലിൽ നമ്മൾ പണിതാണ്. ഇപ്പോൾ ഏപ്രിലൊക്കെ കഴിഞ്ഞ് ഓഗസ്റ്റ് വരെ അതാ ഗൈസ് നല്ല സൂപ്പർ പ്ലാറ്റികൾ, റെഡ് ആൻഡ് വൈറ്റ് പ്ലാറ്റുകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പ്ലാറ്റിയൊക്കെ നമ്മൾ ഈ ടാങ്കിലൊക്കെ തപ്പി നോക്കിയിട്ടൊക്കെ 1-2 കുഞ്ഞുങ്ങളൊക്കെ കാണുന്നുള്ളൂ. അതെല്ലാം കൂടി തവളെല്ലാം കൂടി തിന്നെന്ന് തോന്നുന്നു ഗൈസ്. ടാഡ്പോൾസിനെ കണ്ടോ ഗൈസ്? അത്യാവശ്യത്തിനുണ്ട്. നമുക്ക് എന്തായാലും എല്ലാത്തിനെയും ഒന്നും കൂടെ പിടിക്കണ്ട, കുറച്ചൊക്കെ സർവൈവ് ചെയ്ത് പോക്കോ. ഗൈസ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു സാധനം കിട്ടി, ഒരു ഡെഡ് സ്കെൽറ്റൺ, ഒരു മീനിൻ്റെ അവശിഷ്ടം കിട്ടി കേട്ടോ ഗൈസ്. ഈ തവളെല്ലാം കൂടി തിന്നതാണ്. ആക്ച്വലി മീൻ ചത്ത് കഴിഞ്ഞായിരിക്കും ഈ ടാഡ്പോൾസ് എല്ലാം കൂടി കടിച്ചു കയറി തിന്നത്. ടാഡ്പോൾസ് എന്നൊക്കെ പറയുമ്പോൾ ഹൈലി കാർണിവോറസ് ആണ്. ടാങ്കിലുണ്ടെങ്കിൽ എടുത്ത് കളയുന്നതായിരിക്കും നല്ലത് കേട്ടോ ഗൈസ്. കുറച്ച് തപ്പിയപ്പോഴത്തേക്ക് ഒരു മിഡ് സൈസ് ആയിട്ടുള്ളൊരു പ്ലാറ്റിക്കുഞ്ഞെ കിട്ടി. ആൻഡ് ഫൈനലി ഇതേ കണ്ടോ ഗൈസ്. ഇത് കണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ടാറ് പോലെയുണ്ട്. ആക്ച്വലി ടാറൊന്നും അല്ല കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ കളക്ട് ചെയ്ത ടാഡ്പോൾസാണ്. അതിങ്ങനെ കുന്നുകൂടി കിടക്കുന്നതാണ്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡിന് ഫീഡായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെ കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കണം. മുമ്പ് ഉണ്ടായിരുന്ന ഡ്വാർഫ് സ്നേക്ക് ഹെഡ് അല്ലെങ്കിൽ വട്ടാൻ എന്നൊക്കെ പറയും, അതിന് നമ്മളിതാണ് ഫീഡായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ഡ്വാർഫ് സ്നേക്ക് ഹെഡിൻ്റെ ഫീഡിങ് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പോയി കാണണം. ആൻഡ് ഈ ഒരു ബോക്സിലായിരിക്കും നമ്മൾ ടാഡ്പോൾസിന് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു തെർമോക്കോൾ ബോക്സാണ് കേട്ടോ ഗൈസ്. മരുന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ടൈപ്പ്. ഇതിലൊക്കെ നമുക്ക് സുഖമായിട്ട് മീൻ വളർത്താം. ആൻഡ് നമ്മളപ്പോൾ ടാഡ്പോൾസിനൊക്കെ ഇട്ടു. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ മറ്റേ പപ്പായയുടെയൊക്കെ കുരു പോലെ ഇരിക്കും കേട്ടോ ഗൈസ്. അവന്മാരിങ്ങനെ ഓടി നടന്ന് ഭയങ്കര ആക്റ്റീവാണ്. ആൻഡ് ഇത് നമ്മുടെ അക്വേറിയം തൊട്ടടുത്താണ് വെച്ചിരിക്കുന്നത്. അക്വേറിയത്തിലേക്ക് 2-3 ചെറിയ നമ്മണിക്കെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആളെ പിടിക്കണം. അണ്ണൻ അടിയിലിരിപ്പുണ്ട്. നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡിനെ കൈ കൊണ്ട് പിടിക്കാം. അല്പം പാടുള്ള കാര്യമാണ് കേട്ടോ ഗൈസ്. അങ്ങനെയൊന്നും അണ്ണൻ ഒതുങ്ങത്തില്ല. ഞാൻ കുറേ ട്രൈ ചെയ്ത് പിടിക്കാൻ നോക്കാൻ ഒറ്റ കൈ കൊണ്ട്, ബിക്കോസ് മറ്റേ കയ്യിൽ ഫോണാണ്.
എൻ്റെ ദൗർഭാഗ്യത്തിന് ഞാൻ അന്ന് ആ സെൽഫി സ്റ്റിക്ക് അല്ലെങ്കിൽ ട്രൈപോഡ് സ്റ്റാൻഡ് എടുത്തില്ല കേട്ടോ ഗൈസ്. ട്രൈപോഡ് സ്റ്റാൻഡ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഒരു കൈ ഫോണും പിടിച്ചിട്ടുണ്ട്. മറു കയ്യിലാണ് ഞാൻ മലബാർ സ്നേക്ക് പിടിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരുവിധ സാധനത്തിന് അക്യൂറത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ആക്കിയപ്പോൾ തൊട്ട് അണ്ണൻ അല്പം ആക്റ്റീവാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ റെഡിയാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പതിയെ ഫീഡൊക്കെ എടുക്കാൻ തുടങ്ങുമെന്ന് തോന്നുന്നു. അപ്പോൾ മീനിൻ്റെ ലാറ്ററൽ വ്യൂ ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി കളറേഷനൊക്കെ കണ്ടല്ലോ, ഒരു ഓറഞ്ചിഷ് കളറാണ്. ബട്ട് വളർന്ന് വലുതാകുമ്പോൾ ഈ കളറൊന്നും ആയിരിക്കത്തില്ല കേട്ടോ ഗായ്സ്. ഈ ലൈനൊന്നും കാണത്തില്ല. ഈ ലൈനെല്ലാം പൊട്ടി 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 വേറെ ഒരു ബ്ലൂ കളറിലേക്കൊക്കെ എത്തും. അത് കൂടുതലും ബ്ലൂ കളർ കയറുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ബ്രീഡിംഗ് ടൈമൊക്കെ ആകുമ്പോഴായിരിക്കും ബ്ലൂ കളർ കയറുന്നത്. ആൻഡ് തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ ഫീഡിങ് കിടപ്പുണ്ട്. നമുക്കത് പതിയെ പതിയെ ഇട്ട് കൊടുത്തേക്കാം സമയം പോലെ. ആൻഡ് കുറച്ച് ഡെക്കറേഷനൊക്കെ വെക്കാം. ആൾക്ക് ഒളിക്കാൻ ഡെക്കറേഷനൊക്കെ വേണമല്ലോ. അപ്പോൾ നമ്മുടെ പണ്ടത്തെ ഡാർക്ക് സ്നേക്കിൻ്റെ ടാങ്കിലിട്ടിരുന്ന കുറച്ച് കല്ലുകളും പിന്നെ ഫാനിൻ്റെ മറ്റേ കപ്പ് പോലത്തെ സാധനമില്ലേ, ഫാനിൻ്റെ ഒരു പാർട്ടാണ്, എനിക്ക് പേരൊന്നും അറിയത്തില്ല. ഹൈഡിങ് സ്പോട്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അക്യൂറത്തിൽ ലിഡും വെച്ച് കൊടുക്കാം. അത് ചാടാതിരിക്കാൻ വേണ്ടിയാണ് ലിഡ് വെക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഓർക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോകൾക്കായി വാട്ടർമാൻ പേജ് ഫോളോ ചെയ്യുക. താങ്ക്